ഹലോ ഗൈസ്, ഇന്നിപ്പോൾ നമുക്ക് കുറച്ച് സാധന സാമഗ്രികളൊക്കെ വാങ്ങാനായിട്ട് പെരുമ്പാവൂർ വരെ പോകണം. അപ്പോൾ എപ്പോഴത്തെയും പോലെ ട്രീസ് എൻ്റെ കൂടെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ സ്തംഭിച്ചു പോയി. കാണാൻ പാടില്ലാത്ത പല കാഴ്ചകളും ഞങ്ങൾ കണ്ടു. വിഷമമൊന്നും ഉണ്ടായിട്ടില്ല, എന്നാലും ഒരു സങ്കടം. പൂച്ചയെങ്കിലും കമ്മിറ്റഡ് ആണല്ലോ. അപ്പോൾ കണ്ണിന്ന് വന്ന കണ്ണുനീര് തുടച്ചിട്ട് നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് സാരിയുടെ ബ്ലൗസിന് ഒരു ലൈനിങ് എടുക്കുക എന്നുള്ളതായിരുന്നു. അതിന് നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ബംഗാളി ചേട്ടന്മാരുടെ പരാഗിലോട്ട് വന്നിട്ടുണ്ട്. ഒരു കാര്യത്തിൽ നമ്മൾ ഇവരെ കണ്ടു തന്നെ പഠിക്കണം. വേറെ നാട്ടിൽ വന്നിട്ട് സ്വന്തമായിട്ട് എത്ര കടകൾ ഇവർ തുടങ്ങിയെന്നറിയോ? നമ്മളോ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് ഇവിടെ ഇരിക്കുന്നതേ ഉള്ളൂ. ഹൻസിന്റെ പാൻപരാഗിന്റെ ഒക്കെ മണം ഉണ്ടെങ്കിൽ എന്താ, അവർക്കൊക്കെ പെണ്ണുണ്ട്. നമ്മുടെ ചെറുക്കന്മാർക്കൊക്കെ പെണ്ണുണ്ടോ നാട്ടിൽ? ഇതാണ് ബംഗാളി സ്ട്രീറ്റ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ നാട്ടിൽ ചെന്നയാണോ അതോ അവർ നമ്മുടെ നാട്ടിൽ വന്നതാണോ ഡൗട്ട് ആവും. അതിനുശേഷം ഞങ്ങൾ ഫാൻസി ഷോപ്പ് തപ്പി നടക്കുമായിരുന്നു. ആദ്യം നമ്മൾ അഡോണി പോയി അവിടുത്തെ വില കണ്ട് കണ്ണു തള്ളിയിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഫോർ ലേഡി വന്നു. പക്ഷേ ഞാനും നന്ദനോടെ കൺവിൻസ് ചെയ്താണ് ഈ സാരിക്ക് കമ്മലെടുപ്പിക്കുന്നത്. ഹോസ്റ്റലിൽ വരുന്നതിന് മുന്നേ എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ പെൺപിള്ളേരെല്ലാം ഭയങ്കര ഒരുക്കം അതാണ് ഇതാണെന്നാണ്. പക്ഷെ എൻ്റെ ഹോസ്റ്റലിൽ വന്ന് നേരെ തിരിച്ചായിരുന്നു. ഒറ്റൊരെണ്ണം പൊട്ടുപോലും തൊടത്തില്ല. അത് ഞാൻ ആ കാറ്റഗറി പെട്ട ഒരാളല്ല. എനിക്ക് ഒരുങ്ങുമ്പോഴാണ് സാറ്റിസ്ഫാക്ഷൻ ലെവൽ കൂടുന്നത്. ഉച്ചയിലുള്ള വെയിലെല്ലാം കൂടെ അടിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ ഉറങ്ങി കിടക്കുന്ന നാഗവല്ലി പുറത്താകുന്നെന്ന് മനസ്സിലായപ്പോൾ ഞങ്ങളൊരു വെള്ളം കുടിക്കാൻ വേണ്ടി കടയിൽ കയറിയേ. നാരങ്ങ വെള്ളത്തിൽ നല്ല തണുപ്പായത് കാരണം ആളത് കുടിച്ചില്ല. കാരണം അല്ലെങ്കിൽ പിന്നെ മറ്റേ ക്ഷയരോഗികൾ ചുമക്കുന്ന പോലെ നിന്ന് ചുമയ്ക്കും 5 മിനിറ്റ്. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ആയിരുന്നു ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന കട. അവിടെ നിന്ന് നമുക്ക് കുറച്ച് നോട്ടൊക്കെ പ്രിന്റ് എടുക്കണമായിരുന്നു. 12:30 ആകുന്നത് കാരണം തന്നെ ഞങ്ങളുടെ വയറൊക്കെ തള്ളക്കി വിളിക്കാൻ തുടങ്ങി. അപ്പം നേരെ നമ്മൾ ഹോസ്റ്റലിലോട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ബൈ.